എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ക്യാൻറ്റീനുണ്ട്. അപ്പം ക്യാൻറ്റീൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. ഇന്ന് ഇവിടെ നോൺ വെജ് ചെയ്യുന്ന ജെനിഫർ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. പലർക്കും പരിചയമുണ്ട് ജെനിഫറിന്. അപ്പം ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ്റെ അകം. അപ്പം ജെനിഫർ ഇന്ന് ഫിഷ് ഫിംഗറാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അവളോട് തന്നെ ചോദിക്കാം അതെങ്ങനെയാണെന്ന്. ഇതാണ് ജെനിഫറിനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കുറച്ച് പേർക്ക്, എൻ്റെ വീഡിയോ കാണുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാവുന്നതാണ് ജെനിഫറിനെ. അപ്പം ജെനിഫർ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജെനിഫർ പറയുന്നത് ഇംഗ്ലീഷുകാർക്കും ഇന്ത്യൻസിനും ഒക്കെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഫിംഗർ ചിപ്സാണ് അവൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് ഏത് തരം ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ബോണൊന്നും കാണരുത് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരയ്ക്കരുത്, കൊത്തിയിടരുത്, ഒന്ന് ക്രഷ് ചെയ്യണം. ഈ മീനെന്ന് വെച്ചാൽ ഇത് തിലോപ്പിയ മീനാണ്. അപ്പോൾ ഇത് കഴിക്കുന്നവരൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ മീനിനെക്കുറിച്ച് അറിയാവുന്നവർക്കും കഴിക്കുന്നവർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ അവളത് മിക്സ് ചെയ്യുകയാണ്. ആദ്യം തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യുകയാണ്. അതിനകത്ത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇടുന്നുണ്ട്, സോൾട്ടാണ് ഇടുന്നത്. ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ, അത് കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇത് വൈറ്റ് കളറായിട്ടിരിക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഗ്രീൻ ചില്ലിക്ക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഇത് ഒരല്പം ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഏത് ഓയിൽ ഒഴിച്ചാലും മതി എന്നാണ് പറയുന്നത്. ഇത് ഒലിവ് ഓയിൽ എടുത്തുകൊണ്ട് വന്നതാണ്. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ഇല്ല. പിന്നെ കുരുമുളക് പൊടി, നമ്മുടെ ബ്ലാക്ക് പെപ്പറാണ് ഇടുന്നത്. പിന്നെ ഒരു മുട്ട ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അവർ മിക്സ് ചെയ്യുന്നതൊക്കെ എന്നോട് ചോദിച്ച് കൈകൊണ്ട് ചെയ്യണോ അതോ ചെയ്തോട്ടെ, അതോ സ്പൂൺ കൊണ്ട് ചെയ്യണോ, ഗ്ലൗസ് ഇടണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇങ്ങനെ തന്നെ ചെയ്തോ, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ, കൈയൊക്കെ ഞാൻ നന്നായിട്ട് കൈ വാഷ് ചെയ്ത് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. വളരെ നീറ്റായിട്ട് കൈയൊക്കെ കഴുകി നല്ല ഭംഗിയായിട്ട് ഏപ്രണമൊക്കെ വെച്ച് ഇട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ നിന്നേ ചെയ്യുള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്നിടമല്ലേ, അതുകൊണ്ട് വളരെ നീറ്റായിട്ട് അവർ ചെയ്യുന്നത്. ഇത് കൊറിയാണ്ടർ ലീവ്സാണ്. നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിലിവർ സോസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഞാൻ ചോദിച്ച് ഇവൾ സോസ് കൂടുതൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇന്നിത് സോസ് ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇനി മിക്സ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, സർവ്വസാധാരണമായിട്ടും ഇവിടെ കാണുന്ന ഒരെണ്ണമാണ്, ഇവർ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ്. ഇത് പപ്പായയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇവരിത് മിക്സിയിൽ അരച്ചിട്ട് ഇതിൽ ചേർക്കും. ഇതെന്ന് വെച്ചാൽ പാത്രത്തിൽ നിന്ന് മീൻ വറക്കുമ്പം വിട്ടു വരാനും ഇതിൻ്റെ മുകളിൽ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. അതിൽ പിടിച്ചിരിക്കാനും വേണ്ടി ഇവിടുത്തുകാർ ചെയ്യുന്ന ഒരു സംഗതിയാണിത്. ഇത് നേരത്തെ മുതലേ ഇവരിത് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിത് കൂട്ടാറില്ല. എന്നാൽ പോലും ഇത് ചെയ്യുന്ന കാണുമ്പോഴേ ഞാൻ പറയാം അത് ചെയ്യേണ്ട എന്ന് പറയും. എനിക്ക് പപ്പായ ഇഷ്ടമല്ലാത്തൊരു സാധനം. അപ്പം അവർ പറയും അല്ല ഇത് നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇത് കഴിക്കുന്നവർക്കത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പം ആരെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഇത് ഞാൻ മിക്സിങ് കൃത്യമായി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഞാൻ തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ പപ്പായ ഇവരെല്ലാ മീനുകളും വറക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് ബ്രെഡാണെങ്കിലും ഒരുപാട് പൗഡർ ആക്കരുതെന്നാണ് ഇവൾ പറയുന്നത്. കുറച്ച് തരിതരിപ്പോടെ തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട്
മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് അതിപ്പോൾ ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നു കേട്ടോ. നന്നായിട്ട് അരപ്പൊക്കെ പുരട്ടിയിട്ട് അവൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നിട്ട് ഇത് ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒരുപാട് സമയം വെക്കരുതെന്നാണ് പറയുന്നത്. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയുടെയും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടിത് വീണ്ടും നനഞ്ഞിരിക്കും. അങ്ങനെയായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അവളാണിത് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് അവളുടെ രീതിയിൽ തന്നെ ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാണിത്. എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അവൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഞാനൊന്നും പറഞ്ഞിട്ട് എനിക്കറിയത്തുമില്ല. അവൾ തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴും. Mix it together with the breadcrumbs. It's ready for frying. Slowly drop them. ഇത് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഓയിൽ നല്ല ചൂടായി കിടക്കണം. എങ്കിൽ ഒരുപാട് ചൂടുമാകരുത്, ചൂട് കുറഞ്ഞും ആകരുത്. ചൂട് കുറച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും തമ്മിൽ. അപ്പം അത് വറക്കാനിടുന്നതിന് മുമ്പ് അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളത് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഞാനത് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ തന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെയാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ആകും. കാരണം തീരെ കനം കുറച്ച് ഒരേ അളവിലാണ് ഇവരിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മീൻ കട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര എക്സ്പേർട്ട് ആൾക്കാരാണ് ഇവർക്ക് ഇത്രയും കട്ടിങ്, വെജിറ്റബിൾസ് കട്ടിങ് ഒക്കെ ഭയങ്കര നല്ല ഭംഗിയാണ് കാണാനെ കൊണ്ട്. ഇവർ വെജിറ്റബിൾസൊക്കെ അരിയുന്നത്, ചീര അരിയുന്നതൊക്കെ കട്ടിങ്ങിനൊക്കെ ഇവർ ഭയങ്കര മിടുക്കരാണ്. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴേ അവൾക്ക് അറിയാം അത് കറക്റ്റ് ആയോ എന്നൊക്കെ. അവൾ പറയുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ. കോഫി ബ്രൗൺ കളറാകുമ്പോഴാണ് ഇത് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്നിട്ടത് ഇപ്പം അത്യാവശ്യം വേണ്ടുന്നവർക്ക് ചൂടോടെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ എല്ലാം കൂടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളിയല്ലല്ലോ, തണുത്ത് പോകുമല്ലോ. അത് ഇപ്പം ടിഷ്യൂ പേപ്പറിനകത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഓയിലൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഓയിലൊക്കെ അതിൽ പിടിച്ച് പോകും. അത് കഴിഞ്ഞിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. വരുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നു വേണ്ടുന്നവർക്ക്. ഏത് തരം മീനിലും ഇത് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ബോണൊന്നും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അത് ആഞ്ചലയാണ്. ആഞ്ചലയും എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം. ഇവിടെയാണ് വെജിറ്റേറിയനൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരു കിച്ചണിലാണ്. ഇവിടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. മറ്റേ വേറൊരു ബാക്ക് സൈഡിലുള്ള കിച്ചണിലാണ് നോൺ വെജ് ഉണ്ടാക്കുന്നത്. കാരണം എല്ലാവരും ഇത് കഴിക്കില്ലല്ലോ, നോൺ വെജ് കഴിക്കാത്തവരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ അവളോട് തന്നെ കഴിച്ച് കാണിക്കാനാണ് പറഞ്ഞത്. അവളല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ അവളോട് തന്നെ കഴിച്ച് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവളത് കഴിച്ചിട്ട് വളരെ നല്ലതാണ്, ടേസ്റ്റാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വേറെ ഏതെങ്കിലും ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ അവൾ ചെയ്ത് കാണിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയണം. എല്ലാവരെയും അവളെ അന്വേഷിച്ചെന്ന് പറയണം. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ ഭയങ്കര മിടുക്കരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഡിഷുകൾ വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും കമൻറ്റിലൂടെ പറഞ്ഞാൽ ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എല്ലാ കൂട്ടങ്ങളും ഇവർക്കറിയാം. അപ്പം ഓക്കെ, ബൈ ബൈ.